കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാർത്തയാണത്. സന്നിധാനത്തിന് മുകളിൽ ഹെലികോപ്റ്റർ പറന്നത് വലിയ തരത്തിലുള്ള ഒരു പരിഭ്രാന്തിക്കിടയാക്കിയിരുന്നു. പിന്നീട് അത് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ആണെന്നൊക്കെ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ സംഗതി അവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. സന്നിധാനത്തിന് മുകളിൽ ഹെലികോപ്റ്റർ പറന്നതിൽ ഗുരുതര സുരക്ഷാ ലംഘനമുണ്ടായി എന്നാണ് ADGPയുടെ റിപ്പോർട്ട്. കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിശദമായ അന്വേഷണം വേണമെന്നും ADGP ശുപാർശ ചെയ്തു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, അതിപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഹെലികോപ്റ്ററാണ്, അതിന്റെ ഒരു വിശദീകരണമൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് ADGPയുടെ റിപ്പോർട്ടിൽ പറയുമ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് അതിൽ പറയുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ശബരിമല സന്നിധാനം അതീവ സുരക്ഷാ മേഖലയാണ്. ആ മേഖലയിലേക്ക് ഹെലികോപ്റ്ററുകൾ പ്രവേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുൻകൂർ അനുമതി തേടേണ്ടതുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു അനുമതിയൊന്നും തേടാതെയാണ് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലൂടെ പറത്തുകയും ചെയ്തിരുന്നത്. ഇത് സുരക്ഷാ വീഴ്ചയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ADGP S. ശ്രീജിത്ത് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ വിശദമായ അന്വേഷണം വേണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കോസ്റ്റ് ഗാർഡിന്റെ ഈ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് ADGP S. ശ്രീജിത്ത് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് ഉൾപ്പെടെ വിവരശേഖരണം നടത്തണം, വിശദമായ അന്വേഷണം ഇതിനാവശ്യമാണെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ADGP S. ശ്രീജിത്ത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ഈ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. വിശദമായ അന്വേഷണത്തിന് പത്തനംതിട്ട SP-യെ നിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുക. തുടർന്ന് അത് റിപ്പോർട്ട് നൽകുകയും ചെയ്യും. അതിന് വേഗത്തിൽ തന്നെ റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ADGP S. ശ്രീജിത്ത് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിൽ വലിയ വിവാദമായിരുന്നു ഈ ഹെലികോപ്റ്റർ താഴ്ന്ന് പറഞ്ഞത്. ഈ താഴ്ന്ന് പറക്കുന്നതിനിടെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ചിലർ സന്നിധാനത്തെ വിഷ്വൽസ് മൊബൈലിൽ പകർത്തുന്നതായ ചില സംശയം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത്തരം പരാതികൾ, അത്തരം ആരോപണങ്ങളൊക്കെ വിശദമായി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പമ്പ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നത്. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.